ഈ ഭരണഘടനയുടെ അന്തസ്സത്തെ എന്ന് പറയുന്നത് അതിൻ്റെ പ്രിയാമ്പിളാണ്. ആ പ്രിയാമ്പിളിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് ഈ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി resolved to constitute India into a sovereign democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give it to ourselves this Constitution. ഇതാണ് പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തന്നെ തയ്യാറാക്കിയ ഒരു ഭരണഘടന. അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റിസ് ഉണ്ടാകണം, ലിബർട്ടി ഉണ്ടാകണം, ഇക്വാളിറ്റി ഉണ്ടാകണം, ഫ്രറ്റേണിറ്റി ഉണ്ടാകണം. ഇതെല്ലാം വിഭാവനം ചെയ്യുന്ന, ഇതെല്ലാം ആ രാജ്യത്തെ അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന അടിസ്ഥാന രേഖയാണ് നമ്മുടെ ഭരണഘടന. 75 സംവത്സരങ്ങൾ ഇന്ന് പൂർത്തീകരിക്കുകയാണ് ഈ ഭരണഘടന. 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലിയിൽ വെച്ച് അത് പാസ്സാക്കി അംഗീകരിച്ച ദിവസമാണ്. നമുക്കറിയാം, റിപ്പബ്ലിക് ദിനം നമ്മൾ പറയുന്നത് 1950 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് കണക്കുകൂട്ടുന്നത്. പക്ഷേ 1949 ഇത് അംഗീകരിച്ചത് കൊണ്ടാണ് ഈ ദിവസത്തെ ആഘോഷിക്കുവാൻ വേണ്ടിയും ഭരണഘടനാ ദിനമായി ഇതിനെ ആഘോഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ജനങ്ങൾക്കും, നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഭാരതത്തിലുള്ള മുഴുവൻ പൗരന്മാർക്കും ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകൾ നൽകുന്നു.